ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതൊരു ഗ്രീനിഷ് കളറിലുള്ള ഒരു ഗ്രിൽഡ് ചിക്കനാണ്. ഈ ഒരു ഗ്രിൽഡ് ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല സ്പൈസിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മളിതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഓക്കെ, പകരം നമ്മൾ ഇതിനകത്ത് പച്ചമുളകും അതുപോലെ കുരുമുളകൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ഗ്രിൽഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള സ്പൈസി എരിവൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു മുഴുവൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 6 പീസായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് അവർ കറക്റ്റായി തരും. നമ്മൾ സ്കിന്ന് എടുക്കുന്നില്ല, സ്കിന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഞാനിവിടെ സാധാരണ ഗ്രിൽഡ് ചിക്കനൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചിക്കനൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഈ പേസ്റ്റിലുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കുക. കുറേ ദിവസമായി വീഡിയോ നമ്മൾ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റിനകത്ത് മെയിനായിട്ടുള്ളത്, അപ്പോൾ ഇതിനകത്ത് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ മല്ലിയില, പുതിനയില, പിന്നെ ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ കുരുമുളക്, പിന്നെ നമ്മളെന്താ ചേർത്തിട്ടുള്ളത്, ഗരം മസാല ചേർത്തിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ, അതുപോലെ തന്നെ ലെമൺ ജ്യൂസ്, പിന്നെ കുറച്ച് തൈര്, ഇത്രയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പറയാൻ വിട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് സാധാരണ ചെയ്യുന്ന ഗ്രിൽഡ് നമ്മൾ നോർമലി എപ്പോഴും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇതിൽ എഴുതിയിടുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കുക. പിന്നെ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാനൊരു കൈ അളവാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മളൊരു ചിക്കൻ നമ്മൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള അളവൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കൃത്യമായിട്ടുള്ളൊരു അളവൊന്നും ഇല്ല കേട്ടോ. കുറേശ്ശെ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചിക്കനാണ് ഇത്, ഒരു 1.5 കിലോൻ്റെ അടുത്ത് വരും, 1 കിലോനേക്കാളും ഉണ്ട്. അപ്പോൾ ചിക്കൻ്റെ കാര്യത്തിലും കറക്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു മുഴുവൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ എടുക്കുമ്പോൾ എരിവിന് ഒക്കെ അനുസരിച്ച് നമ്മൾ എടുക്കുക. മല്ലിയില പുതിനയിലയൊക്കെ ഓരോ പിടി വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഞാനിതാ 2 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് എയർ ഫ്രയറിലാണ് കേട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയറിലേക്ക് നമ്മളിത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, എയർ ഫ്രയറിൽ ഇത് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. കാരണം ഭയങ്കരമായിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പാത്രം പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പാത്രത്തിൽ ഒട്ടും വേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ക്ലീനായിട്ട് കഴുകിയെടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ആണെങ്കിലും നല്ല പോലെ മസാലയൊക്കെ പിടിക്കാനും ഇങ്ങനെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. കാരണം നമ്മുടെ മസാലയൊന്നും താഴേക്ക് ഒഴുകി പോവുകയില്ല. അതിൽ കടന്ന് തന്നെ നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് മസാലയൊക്കെ നല്ലപോലെ പിടിക്കുകയും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് തവയിലും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് നല്ലൊരു നോൺ സ്റ്റിക്ക് തവയിലോ അല്ലെങ്കിൽ അലുമിനിയം പാത്രത്തിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷേ ഇതുപോലെ അലുമിനിയം ഫോയിലിൽ ചിക്കൻ നിരത്തി വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ വാഴയിലയിൽ കേട്ടോ. അതിനേക്കാളും നല്ലത് അലുമിനിയം ഫോയിലാകുമ്പോൾ കരിഞ്ഞു പോവില്ല, നമുക്ക് സാധാരണ ഗ്രില്ല് ചെയ്ത പോലെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൽ 20 മിനിറ്റ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുത്തതാണ് കേട്ടോ, ബേക്ക് ചെയ്തെടുത്തതാണ്. നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ നല്ല സൂപ്പറായിട്ട്
കുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ. അപ്പോൾ ഒരു 20 മിനിറ്റിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ തന്നെ ഒരു കളറൊക്കെ ചേഞ്ചായി നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ബേക്ക് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ്. എയർ ഫ്രയറിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിലിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഓവനാണെങ്കിലും അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് ഒലിവ് ഓയിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതല്ലാതെ ഇതിനകത്ത് വേറെ ഓയിലൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഓവനും എയർ ഫ്രയറൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് തവയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ഫ്രൈ പാനിലും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്